ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഐസ്ക്രീമാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടിയിട്ടിരിക്കാൻ നല്ല കൊടും ചൂടാണ്. ഇവിടെ പാലക്കാടൊക്കെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചൂടാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു. അവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടമാണല്ലോ ഐസ്ക്രീം. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും ചേർത്തണില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ച് കുറച്ച് പാലും വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അത് ഞാനിതാ എടുത്തിരിക്കുന്നത്, ഞാൻ ഒരു പാക്കറ്റ് നമ്മൾ മിൽമൻ്റെ കട്ടിയുള്ള പാലില്ല, അതാ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. അപ്പോൾ ഞാൻ തിളക്കണ സമയം വരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് വറ്റണം. പിന്നെ ഞാനത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകട്ടെ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും കുറുകണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് കുതിർത്താനിടാം. ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചുടുവെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂവ് ഇട്ട് വെക്കുന്നുണ്ട് വെള്ളത്തിൽ. കുങ്കുമപ്പൂവ് എൻ്റെ അടുത്തുള്ള കാരണം കൊണ്ട് ഞാൻ ഇട്ടതാണ്. കുങ്കുമപ്പൂവ് ഇല്ല വേണ്ടിയിട്ട് ഇതാരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഇനി അത് രണ്ടും നന്നായിട്ട് അവിടെ ഇരുന്ന് കുതിരട്ടെ. അതിൻ്റെ ഇടയിൽ പാലൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും ലോ ഫ്ലെയിമിലിട്ടൊക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് കുറുകി കിട്ടണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുങ്കുമപ്പൂവും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും കളയേണ്ട കുങ്കുമപ്പൂവിൻ്റെയും. അതുപോലെ തന്നെ ഞാൻ കാഷ്യൂ കഴുകിയിട്ട് ഇട്ടതിന്, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. ഈ മിക്സി പുതിയ മിക്സിയാണ് കേട്ടോ. അത് ഞാനവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിതുപോലെ തന്നെ ഇതാ പാലൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ ഈ അരികിലുള്ള പാട കെട്ടിയതൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ പിന്നെ വരണ്ടിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഉണ്ടാകണം. ഇപ്പോൾ അത് പാല് കുറച്ച് നേരം വറ്റിച്ചപ്പോഴേക്കും നന്നായിട്ട് പകുതി 3/4 പാത്രം ഉണ്ടാകുന്ന പാല് 1/4 ഭാഗം വറ്റി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. പിന്നെ നമ്മൾ ഇതും കൂടി ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. പാലൊന്ന് പകുതി വറ്റി കിട്ടിയാൽ മതിട്ടാ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് ഞാൻ അതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. അത് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടോ നിങ്ങൾ മക്കൾക്ക്. ഇപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ, മക്കൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതിൽ ഞാൻ ഒരു ക്രീമോ കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ ഒരു പ്രിസർവേറ്റീവ്സോ എല്ലാം കളറിന് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ കളറില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വാനില എസൻസ് ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനത് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അപ്പോൾ നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുതിർന്ന് കിട്ടും, അല്ല കുറുകി കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി തുറന്നുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുറുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് തണുത്തതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് ഒന്ന് ക്രീമി പോലെ ഒരു അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കണം, അപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഒരു ഐസ്ക്രീമിൻ്റെ ഡപ്പയിൽ തന്നെയാണ് ഒഴിച്ച് വെക്കുന്നത്. വലുത്
ഐസാകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും മറ്റേത് പെട്ടെന്ന് എടുക്കും അവർ വന്ന് തോണ്ടിയിട്ട്. അതാണ് ഞാൻ ചെറുതിലും കുറച്ച് ഒഴിച്ച് വയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ പാടെ പൊടിച്ചതാണ് ഇട്ടത്. അത് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമൊന്നുമുള്ള കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിലക്കടല ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്താ ഉള്ളത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പൊതിയുന്നത് നമ്മുടെ ഐസ്ക്രീമിൽ ഐസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഐസ് അങ്ങനെ ക്രിസ്റ്റലായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഇതൊരു 6-7 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ രാത്രിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രി ഞാനത് ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് നേരം വെളുക്കുമ്പോഴാണ് ഞാനിത് എടുക്കണുള്ളൂ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിപ്പിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ ഞാൻ രാവിലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത പാടന്നെ നമുക്കത് കോരിയൊക്കെ കിട്ടില്ല. ഒരു 10-15 മിനിറ്റ് അതങ്ങനെ വെക്കണം. ഇപ്പോൾ ഐസൊന്നും കൂടിയിട്ടില്ല. നമ്മൾ ഫോയിൽ പേപ്പറും കൂടി പൊതിഞ്ഞ കാരണം കൊണ്ടിട്ട് 10-15 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം കോരിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ്. ഈ വേനൽക്കാലമല്ല, കൊടും ചൂടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നല്ല ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കൊടുക്കാനും പറ്റും, അങ്ങനെ കോരി കഴിക്കാനും പറ്റും. ഇനി അല്ലെങ്കിൽ ഇതങ്ങനെ മുറിച്ച് കഴിക്കാനും പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിരുന്നു. കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. ഒരാൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഇടുമ്പോഴാണ് ഇനി അത് വേറൊരാൾക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഇടിയും പറയുന്നത് കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.